സ്വർണം വിറ്റ് കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കണം. കുറച്ച് ആൾക്കാർക്കുള്ള സംശയമാണ്. സ്വർണം വിറ്റ് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് നിയമപ്രകാരം അതിന് ടാക്സ് ഉണ്ട്. അത് രണ്ട് തരത്തിലാണ് വരിക. നമ്മൾ സ്വർണം വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭത്തിനാണ് ടാക്സ് വരിക. സ്വർണം വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭത്തിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും. ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, രണ്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. എപ്പോഴാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആവുക എന്ന് ചോദിച്ചാൽ, നമ്മൾ സ്വർണം വാങ്ങിച്ച് 2 വർഷത്തിനുള്ളിലായിട്ട് അത് വിൽക്കുകയാണെങ്കിൽ അത് വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ലാഭത്തിന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. ദെൻ നമ്മൾ വാങ്ങിച്ചിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് സ്വർണം വിൽക്കുന്നത് എങ്കിൽ അത് വിറ്റ് കിട്ടുന്ന ലാഭത്തിന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. ആ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് നമ്മളിപ്പം നിലവിലുള്ള ടാക്സ് റേറ്റ് പ്രകാരം 12.5% അതിനെന്ത് ചെയ്യണം, ടാക്സ് അടക്കേണ്ടി വരും. അത് ഒഴിവാക്കാനുള്ള മാർഗ്ഗങ്ങൾ വേറെയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യുക. ഈ വിവരം മറ്റുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. സ്വർണം വിറ്റ് കഴിഞ്ഞാൽ ജ്വല്ലറിക്കാർക്ക് സെയിൽ ടാക്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ജ്വല്ലറിക്കാരെ സംബന്ധിച്ച് ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അല്ല വരിക. നമ്മൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു വെക്കുന്ന സാധനങ്ങൾക്ക് ഗോൾഡിന് ഈ പറഞ്ഞ ടാക്സ് റേറ്റ് അപ്ലിക്കബിൾ ആണ്. പിന്നെ ഇതൊക്കെ എല്ലാവരും അടക്കുന്നുണ്ടോ എന്നുള്ള അടുത്ത് ചോദ്യം ഉണ്ടാവും. ഇതാണ് നിയമം. ഞാൻ നിയമത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ കാണാം.